അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടപുഴകി വീഴാൻ പോകുന്ന മന്ത്രിമാർ ആരൊക്കെയാണ് എന്നൊന്ന് പരിശോധിക്കാം. LDF വൻ തിരിച്ചടി നേരിടുമെന്ന കണക്ക് കൂട്ടിൽ നിന്നുമാണ് ആരൊക്കെ വീഴുമെന്നുള്ള ധാരണ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഊതിപ്പെരുപ്പിച്ച ഭരണ നേട്ടങ്ങൾ PR വർക്കിലൂടെ കൊട്ടി ആഘോഷിച്ച് നടക്കുമ്പോഴും വാഴ്ത്തുപാട്ടുകൾക്കിടയിൽ പൊട്ടിത്തകർന്ന് വീഴുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ഒട്ടും സംശയമില്ലാതെ തന്നെ പറയാം, വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ തന്നെ. കോഴിക്കോട് ഏലത്തൂർ മണ്ഡലത്തിൽ നിന്നും 2021 തിരഞ്ഞെടുക്കപ്പെട്ട ഇടത് മന്ത്രിസഭയിലേക്ക് എത്തിയ ശശീന്ദ്രന്റെ തോൽവിക്ക് കാരണം വന്യജീവി ആക്രമണത്തിൽ തകിടം മറിഞ്ഞ മന്ത്രിഭരണം തന്നെ. ശശീന്ദ്രന്റെ പാർട്ടിയായ NCPക്ക് ഉറച്ചു നിൽക്കാൻ കഴിയാത്ത ഏലത്തൂർ പാർട്ടി പലവട്ടം പിളർന്നപ്പോഴും ശശീന്ദ്രൻ LDFനൊപ്പം നിന്നതാണ് മന്ത്രി കസേര കിട്ടാനുള്ള പ്രധാന കാരണം. അതുമാത്രമല്ല, നിലവിൽ 80 വയസ്സിനടുക്കെ പ്രായമുള്ള ഇദ്ദേഹം ഇനിയും മത്സരിക്കുമോ ഇല്ലയോ എന്നതും സംശയമാണ്. വന്യജീവി ആക്രമണത്തിൽ നഷ്ടപ്പെട്ട ജീവനുകളോടുള്ള ശശീന്ദ്രന്റെ സമീപനം ഇടതുകോട്ടയുടെ വിശ്വാസ്യത തന്നെ തകർത്തു എന്ന് വേണം പറയാം. കഴിഞ്ഞ തവണ UDFന്റെ സീറ്റ് വിഭജനത്തിൽ മാണി C കാപ്പൻ നയിക്കുന്ന പാർട്ടി ശശീന്ദ്രനെതിരെ ശക്തമായൊരു മത്സരം കാഴ്ചവെച്ചത് മറക്കരുത്. ഏലത്തുകാർ ഇനി ശശീന്ദ്രനെ തിരുവനന്തപുരം കാണിക്കണ്ട എന്നങ്ങ് തീരുമാനിച്ചാൽ ശശീന്ദ്രൻ വീട്ടിലിരിക്കും. ലിസ്റ്റിൽ ഇടം പിടിച്ച രണ്ടാമത്തെ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ R ബിന്ദുവാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കിട്ടിയിട്ടും 4 വരെയെങ്കിൽ പോലും പൊതുമധ്യത്തിൽ കൂട്ടിപ്പറയാൻ അറിയാത്ത ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പട്ടമുള്ള ബിന്ദു. എതിർ സ്ഥാനാർത്ഥിയായ തോമസ് K ഉണ്ണിയാടിനെതിരെ കേവലം നിസാര വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു വന്നതാണ് ഇവർ. വിദ്യാഭ്യാസ നയത്തിൽ അവരെടുത്ത നിലപാടുകൾ അവർക്കെതിരെ തന്നെ തിരിഞ്ഞു കൊത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. സർവകലാശാല നയത്തിൽ അവരുടെ നിലപാടുകളെല്ലാം അമ്പേ പരാജയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസത്തെ ഇത്രയും താഴെ തട്ടിലേക്ക് തള്ളിവിട്ട് അവരെ ജനം എഴുതി പുറത്തു കളയാൻ സാധ്യത ഏറെയാണ് തെളിഞ്ഞു വരുന്നത്. ഇന്ത്യൻ നാഷണൽ ലീഗിനെ പ്രതിനിധീകരിച്ച കോഴിക്കോട് സൗത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഡ്വക്കേറ്റ് നുർബീനക്കെതിരെ വിജയിച്ച അഹമ്മദ് ദേവർകോവിലാണ് തോറ്റു തൊപ്പിയിടാൻ സാധ്യതയുള്ള മറ്റൊരു മന്ത്രി. പിണറായിയുടെ രണ്ടാം ഭരണത്തിന്റെ ആദ്യ 2.5 കൊല്ലം തികച്ച ഈ മന്ത്രിക്ക് അടുത്ത തവണ MLA കസേര പോലും കിട്ടില്ല എന്ന് ഉറപ്പാവുകയാണ്. മുസ്ലിം ലീഗിന്റെ പൊന്നാപനം കോട്ടയായ താനൂരിൽ നിന്നും തോറ്റില്ല എന്ന മട്ടിൽ വിജയിച്ച V അബ്ദുറഹ്മാൻ ഇനിയൊരു മത്സരത്തിനില്ല എന്ന് പറഞ്ഞുവെങ്കിലും നിന്നാൽ തോൽക്കുമെന്ന് ഉറപ്പാണ്. അവിടെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാകാൻ ഒരുങ്ങി നിൽക്കുന്ന PK ഫിറോസ് തൂത്തുവാരുമെന്നാണ് കണക്കുകൂട്ടൽ. തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ച ആന്റണി രാജു അഹമ്മദ് ദേവർകോവിലിനെ പോലെ 2.5 വർഷക്കാലം മന്ത്രി കുപ്പായമിട്ട് ഇനിയിപ്പോ തോൽവി അറിയാനുള്ള തിടുക്കത്തിലാണ്. ഇവർക്ക് പുറമെ OR കേളു, വീണ ജോർജ്, V ശിവൻകുട്ടി എന്നിവർ CPMന്റെ 2 ടേം പൂർത്തിയാക്കിയത് കൊണ്ട് തന്നെ മത്സര രംഗത്തുണ്ടാകാൻ സാധ്യത കുറവാണ്. ഇടുക്കി മലയോര മേഖലയിൽ നിന്നും മന്ത്രി കുപ്പായത്തിലേക്ക് കയറി കർഷകരെയും തൊഴിലാളികളെയും ചതിച്ചു എന്ന ചീത്തപ്പേര് നിലനിൽക്കുന്ന റോഷി അഗസ്റ്റിൻ പൊട്ടിപ്പാളീസാകാനുള്ള സാധ്യതയും വിരളമല്ല. ഇത് മാത്രമല്ല കഴിഞ്ഞ തവണ CPMന് അവിടുത്തെ ക്രൈസ്തവ വോട്ട് ബാങ്ക് തുണച്ചുവെങ്കിൽ ഇത്തവണ മാണി ഗ്രൂപ്പ് നേതാവിന് ആ തുണയുണ്ടാകാൻ സാധ്യത കാണുന്നില്ല. പാലക്കാട് ചിറ്റൂരിൽ നിന്നുമുള്ള K കൃഷ്ണൻകുട്ടിയാണ് ഏറെ പ്രതിസന്ധി നേരിടാനുള്ള മറ്റൊരു മന്ത്രി. കുടിവെള്ളക്ഷാമമുള്ള ജില്ലയിൽ ബ്രൂവറി സ്ഥാപിക്കാനുള്ള ഇടത് സർക്കാരിന്റെ നയങ്ങൾ മന്ത്രിക്കെതിരെ തിരിയാനുള്ള സാധ്യത ഏറെയാണ്. പറഞ്ഞതെല്ലാം LDF ഘടകകക്ഷികളിൽ നിന്നുമുള്ള മന്ത്രിമാരുടെ തോൽവിയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇടത് പാർട്ടി വീഴാൻ പോകുന്നത് വ്യവസായ മന്ത്രിയായ P രാജീവ് കളമശ്ശേരിയിലും എക്സൈസ് മന്ത്രി MP രാജേഷ് തൃത്താലയിൽ നേരിടാൻ പോകുന്ന തോൽവിയിലാണ്. ഈ തോൽവികൾ സമ്മാനിക്കുന്നത് തങ്ങളുടെ വാപ്പയറ്റുകൊണ്ട് മാത്രം എന്നും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാമെന്ന ധാരണയുടെ പൊളിച്ചെഴുത്തു കൂടിയാണ്. കേരളത്തിൽ UDF തരംഗം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 63 സീറ്റെങ്കിലും കോൺഗ്രസ് ഒറ്റയ്ക്കും മറ്റു ഘടകകക്ഷികൾ വഴിയും 100-നടുത്ത സീറ്റാണ് UDF ഉറപ്പിക്കുന്നത്.